നമസ്കാരം. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്നൊക്കെ പാട്ടിലെഴുതാം. മനുഷ്യനിലും ചെറുകൃമിയിലും കുടികൊള്ളുന്ന ജീവാത്മാവ് ആ പരമാത്മാവ് തന്നെയാണെന്ന് വലിയ വായിൽ തത്വചിന്തയൊക്കെ വിളമ്പാം. എന്നാൽ ഇതൊന്നും പ്രയോഗത്തിൽ കാണില്ലെന്ന് മാത്രം. ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലെ സിംഹങ്ങൾക്ക് നൽകിയ സീത, അക്ബർ എന്നീ പേരുകൾ സംബന്ധിച്ചുയർന്ന വിവാദങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് കൊൽക്കത്ത ഹൈക്കോടതി വാദത്തിനിടെ പരാമർശിച്ചത് നമ്മുടെ ജുഡീഷ്യറി എത്തിപ്പെട്ട ദുരവസ്ഥയ്ക്കുള്ള സാക്ഷ്യമായി മാറി. പേരുമാറ്റി വിവാദം ഒഴിവാക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. സിംഹത്തിന് സീത, അക്ബർ എന്നീ പേരുകൾ എന്തിനാണ് ഇട്ടതെന്നും നായയ്ക്കും പൂച്ചയ്ക്കും ദൈവങ്ങളുടെ പേരാണോ ഇടുന്നതെന്നും കോടതി ചോദിച്ചു. സ്വന്തം വളർത്തുമൃഗത്തിന് ഏതെങ്കിലും ഹിന്ദു ദൈവത്തിൻ്റെയോ മുസ്ലിം പ്രവാചകൻ്റെയോ പേര് ആരെങ്കിലും ഇടുമോ? ഞങ്ങളാണ് അധികാരികളെങ്കിൽ തീർച്ചയായും അത്തരമൊരു പേര് നൽകില്ലായിരുന്നു. ഒരു മൃഗത്തിന് രവീന്ദ്രനാഥ ടാഗോർ എന്ന് നമ്മൾ ആരെങ്കിലും പേര് നൽകുമോ? ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗം സീതയെ ആരാധിക്കുന്നുണ്ട്. സിംഹത്തിന് അക്ബറിൻ്റെ പേര് നൽകുന്നതും ശരിയല്ല. അദ്ദേഹം കാര്യക്ഷമതയുള്ള ശക്തനായ മുഗൾ ചക്രവർത്തിയായിരുന്നു. വേണമെങ്കിൽ ബിജ്ലി എന്നൊക്കെ പേര് നൽകാമായിരുന്നു. അല്ലാതെ സീത, അക്ബർ എന്നൊന്നും നൽകുന്നത് ശരിയല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഈ വിവാദം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും കോടതി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ തന്നെ നിരവധി വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവാദം ഒഴിവാക്കാനുള്ള തീരുമാനം കൈക്കൊള്ളണം എന്നൊക്കെ വാദം കേൾക്കുന്നതിനിടെ കോടതി കമൻറ്റുകൾ പാസാക്കി. അതേസമയം സിംഹത്തിന് പേരിട്ടത് ത്രിപുര സർക്കാർ ആണെന്നായിരുന്നു ബംഗാൾ സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയത്. 2016-ലും 2018-ലുമായിരുന്നു സിംഹങ്ങൾ ജനിച്ചത്. കഴിഞ്ഞ 5 വർഷമായി ആരും തന്നെ സിംഹങ്ങളുടെ പേരുകൾ ചോദ്യം ചെയ്തു വന്നിട്ടില്ല. എന്നാൽ സിംഹങ്ങളെ ബംഗാളിൽ എത്തിച്ചപ്പോൾ ചിലർ അത് വിവാദമാക്കുകയാണ് എന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. BJP-യാണ് ത്രിപുര ഭരിക്കുന്നത്. സീത എന്ന പേരുള്ള പെൺസിംഹത്തെ അക്ബർ എന്ന ആൺസിംഹത്തിനൊപ്പം പാർപ്പിക്കാനുള്ള പശ്ചിമ ബംഗാൾ വനം വകുപ്പിൻ്റെ തീരുമാനത്തിനെതിരെ VHP ആയിരുന്നു കൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചത്. സീതയെ അക്ബറിൻ്റെ ഒപ്പം താമസിപ്പിക്കുന്നത് ഹിന്ദു മതത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നായിരുന്നു VHPയുടെ വാദം. പെൺസിംഹത്തിൻ്റെ പേര് മാറ്റണം എന്നും VHP ആവശ്യപ്പെട്ടിരുന്നു. ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലാണ് ഇപ്പോൾ സീതയും അക്ബറും ഒന്നിച്ചുള്ളത്. ഫെബ്രുവരി 13-നായിരുന്നു സിംഹങ്ങളെ ഇവിടേക്ക് എത്തിച്ചത്. നാട്ടിൽ എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാക്കിയാണെന്നിരിക്കെ ഇത്തരം കേസുകെട്ടുമായി കോടതി കയറുന്ന VHPയോടും ആ ഹർജി കൈകൊണ്ടു തൊട്ട് ഫയലിൽ സ്വീകരിച്ച നീതിപീഠത്തോടും ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന ഒരാവർത്തി വായിക്കണമെന്ന്. അതിലെ നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടൻ ഓരിയായി പോകുന്നു, കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു, ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, ഈശ്വരൻ്റെ വിലാസങ്ങൾ ഇങ്ങനെ എന്ന് തുടരുന്ന ഭാഗം മനസ്സിരുത്തി വായിക്കണമെന്നും അപേക്ഷിക്കുന്നു.